നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ, നിങ്ങളുടെ കാർ, എന്തിനു നിങ്ങളുടെ സ്വന്തം വീട് പോലും നിങ്ങളെ സമ്പന്നനാക്കുകയാണോ അതോ ദരിദ്രനാക്കുകയാണോ? 90% ആളുകളും ഇതിന് തെറ്റായ ഉത്തരമാണ് നൽകുന്നത്. യഥാർത്ഥ സമ്പത്ത് എന്താണെന്നും ഭാരമെന്താണെന്നും ഇന്ന് നാം ആചാര്യ ചാണക്യന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണും. ഈ 5 നിയമങ്ങൾ എത്രത്തോളം ശക്തമാണെന്നാൽ ഇന്ന് നിങ്ങളിത് മനസ്സിലാക്കിയാൽ വരും 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ മുഴുവൻ തലമുറയുടെയും ദാരിദ്ര്യം നിങ്ങൾക്കില്ലാതാക്കാൻ കഴിയും. തയ്യാറാവുക, കാരണം ഇന്ന് തലച്ചോറിന്റെ താഴുകൾ പൊട്ടാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ചാണക്യനീതി എന്നത് കേവലം രാഷ്ട്രീയമോ യുദ്ധം ജയിക്കാനുള്ള ശാസ്ത്രമോ മാത്രമല്ല. അത് അർത്ഥശാസ്ത്രം കൂടിയാണ്, അതായത് പണത്തെ നിയന്ത്രിക്കാനുള്ള ശാസ്ത്രം. ധനമൂലമിതം ജഗത്, അതായത് ഈ ലോകത്തിന്റെ അടിസ്ഥാനം ധനമാണെന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. പണമില്ലാതെ ധർമ്മവുമില്ല, കർമ്മവുമില്ല. ദരിദ്രനായ ഒരു മനുഷ്യന്റെ ശബ്ദം എത്ര സത്യമാണെങ്കിലും സമൂഹത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ അത് മുങ്ങിപ്പോകുന്നു. എന്നാൽ സമ്പന്നനും ശക്തനുമായ ഒരു പുരുഷന്റെ നുണകൾ പോലും ആളുകൾക്ക് സത്യമായി തോന്നുന്നു. ഇതാണ് ഈ കലിയുഗത്തിലെ ഏറ്റവും നഗ്നവും കൈപ്പേറിയതുമായ സത്യം. പണം മരത്തിൽ കായ്ക്കില്ല, പണം കയ്യിലെ അഴുക്കാണ്, സന്തോഷമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നൊക്കെ നാം കുട്ടിക്കാലം തൊട്ടേ കേൾക്കുന്നതാണ്. ഇതെല്ലാം പച്ചക്കള്ളമാണ്. നിങ്ങൾ ഒരു അനുസരണയുള്ള തൊഴിലാളിയാകാൻ വേണ്ടിയാണ് ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത്. ജീവിതകാലം മുഴുവൻ പണിയെടുക്കുന്ന, എന്നാൽ ഒരിക്കലും മുതലാളിയാകാൻ കഴിയാത്ത ഒരടിമ. ഇന്ന് ആ മെട്രിക്സിൽ നിന്ന് നിങ്ങളെ പുറത്തുകൊണ്ടുവരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സമ്പന്നരുടെ ചിന്താഗതിയെ ദരിദ്രരുടെ ചിന്താഗതിയിൽ നിന്ന് വേർതിരിക്കുന്ന ആ 5 രഹസ്യ വ്യത്യാസങ്ങൾ ഇന്ന് നാം മനസ്സിലാക്കും. പാരമ്പര്യമായി സമ്പന്നരായവർ അടച്ചിട്ട മുറികളിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന രഹസ്യങ്ങളാണിവ. എന്നാൽ സ്കൂളുകളും കോളേജുകളും നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ജോലി ചെയ്യാമെന്ന് മാത്രമാണ്. ഒന്നാമത്തെയും ഏറ്റവും ആഴത്തിലുള്ളതുമായ രഹസ്യം കാട്ടിക്കൂട്ടലുകളുടെ വലയും യഥാർത്ഥ സമ്പത്തും തമ്മിലുള്ള വ്യത്യാസമാണ്. വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്ന തന്റെ ഖജനാവിലെ ധനം ആഡംബരത്തിനും കാട്ടിക്കൂട്ടലുകൾക്കുമായി പാഴാക്കുന്ന രാജാവിന്റെ വിനാശം നിശ്ചയമാണെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അവൻ സാക്ഷാൽ കുബേരനാണെങ്കിൽ പോലും. ഇന്നത്തെ കാലത്ത് ഇതിനെ അസറ്റ് വേഴ്സസ് ലയബിലിറ്റിയുടെ കളി എന്ന് വിളിക്കുന്നു. ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയും ഏറ്റവും വലിയ പ്രശ്നം അവർ പണം സമ്പാദിക്കുന്നില്ല എന്നതല്ല, ആ പണം എന്തു ചെയ്യണമെന്ന് അവർക്കറിയില്ല എന്നതാണ് അവരുടെ പ്രശ്നം. ഒരു സാധാരണക്കാരന്റെ കയ്യിൽ പണം വരുമ്പോൾ തന്നെ അവന്റെ തലച്ചോർ അത് ചിലവാക്കാനുള്ള വഴികൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ബോണസ് കിട്ടിയാൽ പുതിയ വണ്ടി വാങ്ങും, ശമ്പളം കൂടിയാൽ വലിയ വീട് വയ്ക്കും. താൻ സമ്പന്നനാകുകയാണെന്ന് അവൻ കരുതുന്നു. ഈ കാറും ഈ വലിയ വീടും വില കൂടിയ ഫോണുമൊക്കെ തന്റെ സമ്പത്താണെന്ന് അവൻ വിശ്വസിക്കുന്നു. എന്നാൽ ആചാര്യ ചാണക്യന്റെ കാഴ്ചപ്പാടിൽ അവൻ തന്റെ കഴുത്തിൽ മറ്റൊരു വലിയ കല്ലുകൂടി കെട്ടിവെക്കുകയാണ്. ഇവിടെ നിങ്ങൾ നിർത്തി വളരെ ചെറിയ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പത്ത് അഥവാ അസറ്റ് എന്നത് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന ഒന്നാണ്. എന്നാൽ ബാധ്യത അഥവാ ലയബിലിറ്റി എന്നത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റുമൊന്ന് നോക്കൂ. നിങ്ങൾ ലോൺ എടുത്തു വാങ്ങിയ ആ വില കൂടിയ കാർ ഒരു അസറ്റല്ല, അതൊരു ലയബിലിറ്റിയാണ്. കാരണം അത് എല്ലാ മാസവും നിങ്ങളോട് പെട്രോൾ ചോദിക്കുന്നു, സർവീസ് ചോദിക്കുന്നു, ഇൻഷുറൻസ് ചോദിക്കുന്നു. ഏറ്റവും പ്രധാനമായി അത് നിങ്ങളോട് ബാങ്കിന്റെ EMI ചോദിക്കുന്നു. അത് നിങ്ങളുടെ പോക്കറ്റിൽ പണം നിറയ്ക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ അധ്വാനത്തെ ചിതൽ പോലെ കാർന്നു തിന്നുകയാണ്. സമ്പന്നനായ ഒരാൾക്ക് ഈ കാര്യം അറിയാം. അതുകൊണ്ട് ഒരു സമ്പന്നൻ പണം സമ്പാദിക്കുമ്പോൾ അവൻ ആദ്യം അസറ്റുകൾ ഉണ്ടാക്കുന്നു. കൂടുതൽ പണം നേടിത്തരുന്ന സാധനങ്ങൾ അവൻ വാങ്ങുന്നു. അവൻ ഭൂമി വാങ്ങുന്നു, സ്വർണം വാങ്ങുന്നു. അവൻ ഏതെങ്കിലും ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്നു. അവൻ സ്റ്റോക്കുകൾ വാങ്ങുന്നു. ജീവിതകാലം മുഴുവൻ പാൽ നൽകുന്ന ഒരു കാമധേനുവിനെ അവൻ വളർത്തുന്നു. മറുവശത്ത് ദരിദ്ര ചിന്താഗതിയുള്ള ഒരു മനുഷ്യൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നു. വില കൂടിയ വണ്ടിയില്ലെങ്കിൽ സമൂഹത്തിൽ തനിക്ക് വിലയുണ്ടാകില്ലെന്ന് അവൻ കരുതുന്നു. ഓർക്കുക, ബാഹ്യരൂപം കണ്ട് ബഹുമാനിക്കുന്നത് വിഡ്ഢികളാണെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. വിദ്വാൻ ഗുണങ്ങളെയും കഴിവുകളെയുമാണ് ബഹുമാനിക്കുന്നത്. നിങ്ങൾ സമ്പന്നനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. കാരണം സമ്പന്നനാണെന്ന് കാണിക്കാൻ വലിയ ചിലവാണ്, എന്നാൽ യഥാർത്ഥത്തിൽ സമ്പന്നനാകാൻ ക്ഷമ ആവശ്യമാണ്. ഈ കൈപ്പേറിയ സത്യം നിങ്ങൾ വിഴുങ്ങിയേ തീരൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾ പുതിയ കാറുകൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പഴയ കാറുമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ആളുകൾ പാർട്ടികളിൽ പണം ധൂർത്തടിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ അടുത്ത നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഈ വഴി കഠിനമാണ്, ഈ വഴി ഏകാന്തമാണ്. എന്നാൽ ഓർക്കുക, സിംഹം എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ആടുകളെപ്പോലെ കൂട്ടമായി നടക്കുന്നവർ അവസാനം കശാപ്പുകാരന്റെ അടുത്താണ് എത്തുന്നത്. വൈകി ലഭിക്കുന്ന സുഖങ്ങളിലാണ് സമ്പന്നർ വിശ്വസിക്കുന്നത്. നാളെ ഭരിക്കാൻ വേണ്ടി അവൻ ഇന്ന് തപസ് ചെയ്യുന്നു. എന്നാൽ ദരിദ്രനാകട്ടെ ഇന്നത്തെ സുഖത്തിൽ കുടുങ്ങി തന്റെ നാളെയെ പണയം വയ്ക്കുന്നു. എന്നാൽ നിൽക്കൂ, ഇതൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ കളി തുടങ്ങുന്നതേയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ലയബിലിറ്റികൾ കുറച്ച് അസറ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് കരുതുക. എന്നാൽ രണ്ടാമത്തെ രഹസ്യം നിങ്ങൾക്കറിയില്ലെങ്കിൽ 95% ആളുകളും ചെയ്യുന്ന വലിയൊരു തെറ്റ് നിങ്ങളും ചെയ്യും. ആ തെറ്റാണ് വരുമാന സ്രോതസ്സിന്റെ ആശ്രയത്വം. നല്ലൊരു സുരക്ഷിതമായ ജോലി കിട്ടാൻ നന്നായി പഠിക്കൂ എന്നാണ്
നമ്മളെ എല്ലാവരെയും കുട്ടിക്കാലം തൊട്ടേ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സുരക്ഷിതമായ ജോലി എന്ന ലഹരിക്കറുപ്പിനേക്കാൾ അപകടകരമാണ്. അത് നിങ്ങളെ മധുരമായി ഉറക്കുന്നു. നിങ്ങൾ കിടക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന സത്യം നിങ്ങൾ മറക്കുന്നു. ആപത്ത് ഒരിക്കലും പറഞ്ഞിട്ട് വരില്ലെന്ന് ചാണക്യൻ പറയുമായിരുന്നു. അതിനാൽ ബുദ്ധിമാനായ ഒരാൾ എപ്പോഴും തന്റെ കോട്ടയുടെ പല വാതിലുകളും തുറന്നിടണം. ആ കോട്ടയുടെ ഒരു വാതിലടഞ്ഞാലും മറ്റൊന്നിലൂടെ അവശ്യസാധനങ്ങളും സഹായവും വന്നെത്തണം. ഇന്നത്തെ സമ്പദ്വ്യവസ്ഥയിൽ നിങ്ങളുടെ വരുമാനമാർഗം ഒന്നാണെങ്കിൽ അത് നിങ്ങളുടെ ജോലിയായാലും ചെറിയ കടയായാലും നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് വെറുമൊരു ചുവട് മാത്രം അകലെയാണ്. ഒരു അസുഖം, ഒരു സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ബോസിന്റെ തെറ്റായ ഒരു തീരുമാനം മതി നിങ്ങൾ തെരുവിലാകാൻ. സമ്പന്ന ചിന്താഗതിയുള്ള ഒരു പുരുഷൻ ഒരിക്കലും ഒറ്റ വരുമാന സ്രോതസ്സിനെ ആശ്രയിക്കില്ല. ഒറ്റക്കാലിൽ നിൽക്കുന്നവൻ എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന് അവനറിയാം. ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. ദരിദ്രൻ തന്റെ സമയം വിറ്റ് പണം സമ്പാദിക്കുന്നു. അവൻ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു. അവന് 8 മണിക്കൂറിന്റെ പണം കിട്ടുന്നു. ജോലിക്ക് പോയില്ലെങ്കിൽ പണം വരുന്നത് നിൽക്കും. ഇതിനെ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നു. ഇത് ഏറ്റവും ദുർബലമായ വരുമാനമാണ്. കാരണം നിങ്ങൾക്ക് ഒരു ദിവസം വെറും 24 മണിക്കൂർ മാത്രമേയുള്ളൂ. മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിനും ഒരു പരിധിയുണ്ട്. നിങ്ങൾക്ക് എത്ര നേരം ജോലി ചെയ്യാൻ കഴിയും? എന്നാൽ സമ്പന്നൻ ഒരു വല വിരിക്കുന്നു. അവൻ പാസീവ് ഇൻകത്തിന് പിന്നാലെ പായുന്നു. അവൻ അത്തരം സിസ്റ്റങ്ങളുണ്ടാക്കുന്നു. താൻ ഉറങ്ങുമ്പോൾ പോലും പണം നേടിത്തരുന്ന അത്തരം അസറ്റുകൾ അവൻ പടുത്തുയർത്തുന്നു. ചാണക്യനീതി അനുസരിച്ച് രാജാവില്ലാത്ത സമയത്തും രാജ്യത്തിന്റെ ഖജനാവ് നിറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം രാജാവ് വികസിപ്പിച്ചെടുക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ജോലി ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത്, ഒരു സാധാരണക്കാരനെപ്പോലെ അവർ കൂലിവേല ചെയ്യുന്നില്ല. കാരണം അവർ തങ്ങളുടെ പണത്തെ പണിയെടുപ്പിക്കാൻ വിട്ടിരിക്കുകയാണ്. അവരുടെ പണം അവർക്കുവേണ്ടി അടിമകളെപ്പോലെ ജോലി ചെയ്യുന്നു. ഓരോ രൂപയും ഓരോ നാണയവും അവർക്കുവേണ്ടി പടയാളികളെപ്പോലെ പോരാടുകയും കൂടുതൽ പണവുമായി തിരിച്ചുവരികയും ചെയ്യുന്നു. നിങ്ങൾക്കിങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ പരിശീലിപ്പിക്കണം. എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം? എങ്കിലും പണം വരണം. ഈ ചോദ്യം നിങ്ങളെ അസ്വസ്ഥനാക്കും. ഈ ചോദ്യം നിങ്ങളെ രാത്രി മുഴുവൻ ഉണർത്തിയിരുത്തും. എന്നാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെ ആ 1% ക്ലബ്ബിൽ ഉൾപ്പെടുത്തും. ഞാനൊരു സാധാരണ ജോലിക്കാരനാണ്, ഞാൻ എങ്ങനെ പല ബിസിനസ്സുകൾ തുടങ്ങും എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഇവിടെയാണ് നിങ്ങളുടെ ചിന്തകളെ മുഴുവൻ കീഴ്മേൽ മറിക്കുന്ന മൂന്നാമത്തെ രഹസ്യം വരുന്നത്. ഈ രഹസ്യം നിങ്ങളുടെ സമയവുമായും നിങ്ങളുടെ റിസ്കുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. സമയം പണമാണെന്ന് ആളുകൾ പറയുന്നു, എന്നാൽ പണമാണ് സമയമെന്ന് സമ്പന്നർ പറയുന്നു. ഈ സമയം വിലയ്ക്ക് വാങ്ങാൻ അവർ ഉപയോഗിക്കുന്ന കാര്യം കണ്ടാൽ ഒരു സാധാരണക്കാരന്റെ ആത്മാവ് വിറയ്ക്കും. അതാണ് മറ്റുള്ളവരുടെ പണവും മറ്റുള്ളവരുടെ സമയവും. ഇത് കേൾക്കുമ്പോൾ അല്പം അധാർമികമായി തോന്നാം, എന്നാൽ ഇതാണ് നയതന്ത്രം. ഇതാണ് ചാണക്യനീതി. മൂന്നാമത്തെ രഹസ്യം മറ്റുള്ളവരുടെ വിഭവങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്, അതായത് OPM, മറ്റുള്ളവരുടെ പണം. സുഹൃത്തുക്കളെ, ഒരു സാധാരണക്കാരന് കടം എന്ന് കേട്ടാൽ പേടിയാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് വലിയ പാപമാണെന്നും ഭാരമാണെന്നും അവൻ കരുതുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം കടം എന്നാൽ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുക എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ശരിയുമാണ്, കാരണം അവൻ ചീത്ത കടങ്ങളുടെ വലയിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അവൻ ക്രെഡിറ്റ് കാർഡ് ഉരച്ച് TV വാങ്ങുന്നു. അവൻ പേഴ്സണൽ ലോൺ എടുത്ത് കല്യാണത്തിന് കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു. ഇത് ആത്മഹത്യയാണ്. കടം, ശത്രു, രോഗം എന്നീ മൂന്നിനെയും ഒരിക്കലും ചെറുതായി കാണരുതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇവയെ ഉടൻ തന്നെ നശിപ്പിക്കണം. എന്നാൽ ഇവിടെ ഒരു കുരുക്കുണ്ട്. യുദ്ധം ജയിക്കാൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ സൈന്യത്തെ ഉപയോഗിക്കുന്നത് ബുദ്ധിയാണെന്നും ചാണക്യന് അറിയാമായിരുന്നു. സമ്പന്നർ കടത്തെ ഭയപ്പെടുന്നില്ല, അവർ കടം ഉപയോഗിക്കുന്നു. ഇതിനെ നല്ല കടമെന്ന് പറയുന്നു. നിങ്ങൾ ബാങ്കിൽ നിന്ന് പണമെടുത്ത് ആ പണം കൊണ്ട് എല്ലാ മാസവും നിങ്ങൾക്ക് വാടക ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നുവെന്ന് ചിന്തിക്കുക. ആ വാടക ബാങ്കിലെ അടവിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ കടം മോശമാണോ? തീർച്ചയുമല്ല. ആ കടം നിങ്ങളുടെ ഏറ്റവും മികച്ച സുഹൃത്താണ്. കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും ചിലവാക്കിയിട്ടില്ല. ബാങ്കിന്റെ പണം ഉപയോഗിച്ചു. ആ പണം നിങ്ങളെ മുതലാളിയാക്കി. ഇതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. ദരിദ്രൻ തന്റെ കഠിനാധ്വാനം കൊണ്ട് പണം സമ്പാദിക്കുന്നു. സമ്പന്നൻ ബാങ്കിന്റെ പണം കൊണ്ട് പണം സമ്പാദിക്കുന്നു. അവൻ റിസ്ക് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ലാഭം സ്വയം എടുക്കുകയും ചെയ്യുന്നു. ആളുകൾക്ക് മനസ്സിലാക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ വേണ്ടിവരുന്ന ഒരു മാസ്റ്റർ സ്ട്രോക്കാണിത്. എന്നാൽ ഇത് പണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇത് സമയത്തിനും ബാധകമാണ്. ദൈവം എല്ലാവർക്കും 24 മണിക്കൂർ നൽകിയിട്ടുണ്ട്. അത് മുകേഷ് അംബാനിയായാലും റിക്ഷാ വലിക്കുന്നവനായാലും. പിന്നെ എങ്ങനെയാണ് ഒരാൾ ഒരു ദിവസം കോടികൾ സമ്പാദിക്കുന്നത്, മറ്റൊരാൾ വെറും 100 രൂപ സമ്പാദിക്കുന്നത്? ഉത്തരം OPT, അതായത് മറ്റുള്ളവരുടെ സമയമാണ്. എനിക്ക് ഈ ജോലി ശരിയായി ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം എന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നു. ഈ അഹങ്കാരം അവനെ ഒരിക്കലും വലുതാകാൻ അനുവദിക്കില്ല. എല്ലാം സ്വയം ചെയ്യുന്നവനല്ല, ശരിയായ വ്യക്തിയെ ശരിയായ ജോലി ഏൽപ്പിക്കാൻ കഴിയുന്നവനാണ് സമർത്ഥനായ രാജാവെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം വിൽക്കുകയാണ്.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ 8 മണിക്കൂർ നിങ്ങളുടെ ബോസിന് നൽകുന്നു. ആ 8 മണിക്കൂർ വിലയ്ക്ക് വാങ്ങി അയാൾ സമ്പന്നനാകുന്നു. എന്നാൽ നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ സമയം വിലയ്ക്ക് വാങ്ങുന്നു. നിങ്ങളുടെ കീഴിൽ 100 പേർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദിവസം 24 മണിക്കൂറല്ല, മറിച്ച് 800 മണിക്കൂറാണ്. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ജോലി നടന്നുകൊണ്ടിരിക്കും. ഇതാണ് സമ്പന്നതയുടെ ഗണിതം. കഠിനാധ്വാനം ചെയ്താലേ പണം സമ്പാദിക്കാൻ കഴിയൂ എന്ന ഈ മാനസികാവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തുകടക്കണം. കഴുതയും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കാട്ടിലെ രാജാവല്ല. തന്ത്രങ്ങളോടെ പ്രവർത്തിക്കുന്ന സിംഹമാണ് രാജാവ്. നിങ്ങൾ തൊഴിലാളിയല്ല, നേതാവാകണം. ഇനി നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചുകുലുക്കുന്ന 4ാമത്തെ രഹസ്യത്തിലേക്ക് വരാം. ഈ രഹസ്യം വികാരങ്ങളെ കൊല്ലുന്നതും റിസ്കിനോടുള്ള ലഹരിയുമാണ്. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇതാണ് സത്യം. പണം വളരെ വൈകാരികമായ ഒരു വിഷയമാണ്. പണത്തിന്റെ കാര്യം വരുമ്പോൾ മനുഷ്യന്റെ തലച്ചോർ പ്രവർത്തിക്കാതാകുകയും ഹൃദയം ഭയപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാൽ ആളുകൾ എന്തു പറയും? എന്റെ മക്കളുടെ കാര്യം എന്താകും? ഈ ഭയം 99% ആളുകളും തടവിലാക്കപ്പെട്ടിട്ടുള്ള ഒരു അദൃശ്യക്കൂട്ടാണ്. ചാണക്യനീതി വ്യക്തമായി പറയുന്നു, ഭയത്തിൽ നിന്നാണ് ദുഃഖം വരുന്നത്, ഭയത്തിൽ നിന്നാണ് മരണം വരുന്നത്, ഭയത്തിൽ നിന്നാണ് ദാരിദ്ര്യവും വരുന്നത്. ദരിദ്രൻ തോൽക്കുമെന്ന പേടികൊണ്ട് കളിക്കുന്നു, സമ്പന്നനാകട്ടെ ജയിക്കണമെന്ന ആഗ്രഹത്തോടെ കളിക്കുന്നു. ഇതൊരു വലിയ മാനസിക വ്യത്യാസമാണ്. ദരിദ്ര ചിന്താഗതിയുള്ള ഒരു വ്യക്തി തന്റെ ജീവിതം മുഴുവൻ ലാഭിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നു. അവൻ ഇവിടെ നിന്ന് 10 രൂപ ലാഭിക്കും, അവിടെ നിന്ന് 50 രൂപ ലാഭിക്കും. അവൻ ഡിസ്കൗണ്ടിന് പിന്നാലെ ഓടും. അവന്റെ മുഴുവൻ ഊർജ്ജവും ലാഭിക്കുന്നതിനായി ചിലവാകുന്നു. എന്നാൽ ലാഭിക്കുന്നതുകൊണ്ട് ആരും സമ്പന്നരാകില്ലെന്ന് സമ്പന്നർക്കറിയാം. സമ്പന്നനാകാൻ പണം സമ്പാദിക്കുകയും വളർത്തുകയും വേണം. സമ്പന്നൻ തന്റെ വികാരങ്ങളെ പണത്തിൽ നിന്ന് മാറ്റുന്നു. മാർക്കറ്റിടിയുമ്പോൾ സാധാരണക്കാർ പേടിച്ച് തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു. എന്നാൽ സമ്പന്നൻ ആ സമയത്ത് കഴുകനെപ്പോലെ പറന്നിറങ്ങി തുച്ഛമായ വിലയ്ക്ക് സ്വത്തുക്കൾ വാങ്ങുന്നു. തെരുവുകളിൽ രക്തം വീഴുമ്പോഴാണ് വാങ്ങാനുള്ള സമയം എന്ന് അവനറിയാം. ഈ ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? ഇത് വരുന്നത് അറിവിൽ നിന്നാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപം ഒരു ചൂതാട്ടമാണ്. എന്നാൽ സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപം ഒരു ശാസ്ത്രമാണ്. ധൈര്യമില്ലാതെ ലക്ഷ്മീദേവിയെ ലഭിക്കില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സുരക്ഷിതമായ ജോലിയിലും നിങ്ങളുടെ FDയിലും സ്വർണ്ണാഭരണങ്ങളിലും നിങ്ങൾ കടിച്ചു തൂങ്ങിക്കിടന്നാൽ നിങ്ങൾക്കൊരിക്കലും ആ കുതിപ്പ് നടത്താനാകില്ല. നിങ്ങളിരിക്കുന്ന ആ കൊമ്പ് നിങ്ങൾ വിടണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു ശക്തമായ കൊമ്പ് പിടിക്കാൻ കഴിയൂ. റിസ്ക് എടുത്തേ തീരൂ. എന്നാൽ ആ റിസ്ക് അന്ധമായ റിസ്ക് ആയിരിക്കരുത്. അതൊരു കണക്കുകൂട്ടിയ റിസ്ക് ആയിരിക്കണം. ഒരു പോരാളി ആയുധമില്ലാതെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടില്ല. അതുപോലെ വിവരങ്ങളില്ലാതെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ പണം നിക്ഷേപിക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ നികുതി അടയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ല, അവർ മോഷണം നടത്തുന്നതല്ല, അവർ നിയമത്തെ ഉപയോഗിക്കുന്നു. സർക്കാരുകൾ പോലും നിശബ്ദത പാലിക്കുന്ന ഒരു രഹസ്യമാണിത്. സാധാരണ ശമ്പളം വാങ്ങുന്ന ഒരാൾ ആദ്യം നികുതി അടയ്ക്കുന്നു, എന്നിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് കുടുംബം നോക്കുന്നു. എന്നാൽ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉടമ ആദ്യം ചിലവാക്കുന്നു, ബാക്കിയുള്ളതിന് നികുതി അടയ്ക്കുന്നു. ഈ മുഴുവൻ വ്യവസ്ഥയും, ഈ സിസ്റ്റം മുഴുവനും സമ്പന്നർക്കായി ഉണ്ടാക്കിയതാണ്. നിങ്ങളൊരു സത്യസന്ധനായ പൗരനായി ആ സിസ്റ്റത്തിന്റെ ഇന്ധനമായി മാറുകയാണ്. ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കണമെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് സാമ്പത്തിക സാക്ഷരത പഠിക്കണം. പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ പഠിക്കണം. നികുതി എങ്ങനെ ലാഭിക്കാം, കോർപ്പറേഷൻ എങ്ങനെ ഉണ്ടാക്കാം, ഈ കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കില്ല. കാരണം എല്ലാവരും രാജാക്കന്മാരായാൽ പിന്നെ പ്രജകളാരാകും? എല്ലാവരും സിംഹങ്ങളായാൽ പിന്നെ ഇര ആരാകും? നിങ്ങൾ നിരക്ഷരരായി തുടരണമെന്നും നിങ്ങൾ ഭീരുക്കളായിരിക്കണമെന്നുമാണ് സിസ്റ്റം ആഗ്രഹിക്കുന്നത്. എന്നാൽ വെറുതെ പണം സമ്പാദിച്ചാൽ മാത്രം മതിയോ എന്നതാണ് ഇപ്പോൾ ചോദ്യം. കോടികളുടെ ബാങ്ക് ബാലൻസ് നിങ്ങളെ സന്തോഷത്തോടെയും സുരക്ഷിതത്വത്തോടെയും നിലനിർത്തുമോ? ഇല്ല എന്നാണ് ഉത്തരം. കാരണം പണം സമ്പാദിക്കുക എന്നത് ഒരു കലയാണ്. എന്നാൽ അത് നിങ്ങളുടെ പക്കൽ നിലനിർത്തുക എന്നത് ഒരു സ്വഭാവമാണ്. വലിയ വലിയ സാമ്രാജ്യങ്ങൾ പോലും മണ്ണടിഞ്ഞുപോയ 5ാമത്തെയും ഏറ്റവും അപകടകരവുമായ രഹസ്യം ഇവിടെയാണ് വരുന്നത്. ഈ രഹസ്യം നിങ്ങളുടെ സുഹൃത്തുക്കളുമായും നിങ്ങളുടെ കുടുംബവുമായും നിങ്ങളുടെ കൂട്ടുകെട്ടുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദരിദ്രനായിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? ഒരുപക്ഷെ അതിന്റെ കാരണം നിങ്ങളുടെ പോക്കറ്റായിരിക്കില്ല, മറിച്ച് നിങ്ങൾ ദിവസവും ഇടപഴകുന്ന ആ 5 ആളുകളായിരിക്കും. 5ാമത്തെ രഹസ്യം കൂട്ടുകെട്ടിന്റെ സ്വാധീനമാണ്, അതായത് പവർ ഓഫ് അസോസിയേഷൻ. കൂട്ടുകൂടിയാൽ നിറം മാറും എന്ന ആ പഴയ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതൊരു പഴഞ്ചൊല്ലു മാത്രമല്ല, മനഃശാസ്ത്രത്തിന്റെ ഉറപ്പുള്ള ഒരു നിയമമാണിത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആ 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ദിവസം മുഴുവൻ വെറും ക്രിക്കറ്റ്, രാഷ്ട്രീയം, പെൺകുട്ടികൾ അല്ലെങ്കിൽ സിനിമകളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ദരിദ്ര ചിന്താഗതിക്കാരാണെങ്കിൽ എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയില്ല. അവരുടെ സ്വാധീനവലയം, അവരുടെ നെഗറ്റീവ് ഊർജ്ജം, അവരുടെ ചെറിയ ചിന്തകൾ നിങ്ങളെ ഒരിക്കലും ഉയരാൻ അനുവദിക്കില്ല.
ദുർജനസ്യ ച സർപ്പസ്യ വരം സർപ്പോ ന ദുർജനഃ എന്ന് ചാണക്യനീതിയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ദുഷ്ടനായ വ്യക്തിയേക്കാളും പാമ്പാണ് നല്ലത് എന്ന്. കാരണം പാമ്പ് അതിന് ജീവാപായം വരുമ്പോൾ മാത്രമേ കടിക്കൂ. എന്നാൽ വിഡ്ഢിയും ദുഷ്ടനുമായ ഒരു സുഹൃത്ത് നിങ്ങളെ ഓരോ ചുവടിലും കടിക്കുന്നു. ദരിദ്രന് സുഹൃത്തുക്കളുടെ വലിയ കൂട്ടം ഇഷ്ടമാണ്. എല്ലാ വൈകുന്നേരവും കവലകളിൽ നിന്ന് ടൈം പാസ് ചെയ്യാൻ അവനിഷ്ടമാണ്. അവന് ഏകാന്തതയെ ഭയമാണ്. എന്നാൽ സമ്പന്നൻ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവാണ്. തന്റെ സമയവും തന്റെ ഊർജ്ജവും വിലപ്പെട്ടതാണെന്ന് അവനറിയാം. അവൻ ആരുടെയെങ്കിലും ഒപ്പം 1 മണിക്കൂർ ചിലവഴിക്കുകയാണെങ്കിൽ ആ 1 മണിക്കൂറിൽ അവൻ ഒന്നുകിൽ പുതിയതെന്തെങ്കിലും പഠിക്കാൻ കഴിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ലാഭമുണ്ടാകണം. ഇതൊരു ഇടപാടായി തോന്നുന്നുവെങ്കിൽ തോന്നട്ടെ. ലോകം വികാരങ്ങൾ കൊണ്ടല്ല, ഇടപാടുകൾ കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പട്ടിക ഒന്ന് പരിശോധിച്ചു നോക്കൂ. അവർ നിങ്ങളെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? അവർ പുതിയ ബിസിനസ് ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അതോ അവർ നിങ്ങളുടെ കാല് വലിച്ചിട്ട് എടാ ഇതെല്ലാം വലിയ പണക്കാരുടെ ഏർപ്പാടാണ്, നമ്മളെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റുക. ഇത് ക്രൂരമാണ്, പക്ഷേ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് കഴുകനെപ്പോലെ പറക്കണമെങ്കിൽ പ്രാവുകൾക്കൊപ്പം ഇര തേടാൻ കഴിയില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ ശീലിക്കണം. ചരിത്രം സാക്ഷിയാണ്. രൂപപ്പെട്ടിട്ടുള്ള മഹത്തായ സാമ്രാജ്യങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഏതെങ്കിലും ജനക്കൂട്ടമല്ല, മറിച്ച് ഒരൊറ്റ മനുഷ്യന്റെ വാശിയാണ്. എന്നാൽ നിൽക്കൂ, ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ വലിയ മറ്റൊരു ചതി കൂടിയുണ്ട്. ഞാൻ സമ്പന്നനാകും എന്നിട്ട് അടിച്ചുപൊളിക്കുമെന്ന് ആളുകൾ ചിന്തിക്കുന്നു. ഈ ചിന്ത തന്നെ തെറ്റാണ്. സമ്പന്നനാകുക എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിലെ ഏറ്റവും വലിയ തടസ്സം പണപ്പെരുപ്പമോ സർക്കാരോ അല്ല. ഏറ്റവും വലിയ തടസ്സം നിങ്ങൾ തന്നെയാണ്. 6ാമത്തെയും പ്രഖ്യാപിക്കപ്പെടാത്തതുമായ രഹസ്യം, 5 രഹസ്യങ്ങളുടെയും അപ്പനായ രഹസ്യം, അത് നിങ്ങളിൽ തന്നെയുള്ള നിക്ഷേപമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് റിയൽ എസ്റ്റേറ്റോ സ്വർണമോ ബിറ്റ്കോയിനോ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് നിങ്ങളുടെ സ്വന്തം തലച്ചോറാണ്. ദരിദ്രൻ കഴുത്തിന് താഴെയുള്ള ഭാഗം കൊണ്ട് സമ്പാദിക്കുന്നു, കൈകാലുകൾ അനക്കി കൂലിവേല ചെയ്ത്. സമ്പന്നൻ കഴുത്തിന് മുകളിലുള്ള ഭാഗം കൊണ്ട് സമ്പാദിക്കുന്നു, തലച്ചോർ പ്രവർത്തിപ്പിച്ച് തീരുമാനങ്ങളെടുത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകനായ വാറൻ ബഫറ്റ് പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച നിക്ഷേപം നിങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ് എന്നാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കാത്ത കാലത്തോളം നിങ്ങളുടെ വരുമാനവും വർദ്ധിക്കില്ല. വിദ്വാൻ സർവത്ര പൂജ്യതേ എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അതായത് രാജാവ് തന്റെ രാജ്യത്ത് മാത്രമേ പൂജിക്കപ്പെടുന്നുള്ളൂ, എന്നാൽ വിദ്വാൻ ലോകം മുഴുവൻ പൂജിക്കപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് വിദ്വാൻ എന്നാൽ PhD ഉള്ളവനല്ല, മറിച്ച് ഹൈ ഇൻകം സ്കിൽസ് ഉള്ളവനാണ്. വിൽക്കാൻ നിങ്ങൾക്കറിയാമോ? ആളുകളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കറിയാമോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്കറിയാമോ? പണത്തിന്റെ മനഃശാസ്ത്രം നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ നിങ്ങൾ ദരിദ്രനായി തന്നെ തുടരും. കാരണം നിങ്ങൾ കയ്യിൽ പിടിച്ച് നടക്കുന്ന ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് 10 വർഷം പഴക്കമുള്ളതായി കഴിഞ്ഞു. ലോകം മാറിമറിഞ്ഞു. നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നോക്കിയ ഫോണുകളെപ്പോലെ നിങ്ങളും ഔട്ട്ഡേറ്റഡ് ആകും. സമ്പന്നർ തങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം പഠിക്കാൻ വേണ്ടി ചിലവാക്കുന്നു. അവർ സെമിനാറുകളിൽ പങ്കെടുക്കുന്നു. അവർ വഴികാട്ടികളെ കണ്ടെത്തുന്നു. അവർ പുസ്തകങ്ങൾ വായിക്കുന്നു. ഒരു സാധാരണക്കാരൻ 500 രൂപയുടെ പുസ്തകം വാങ്ങുന്നതിന് മുൻപ് 10 വട്ടം ചിന്തിക്കുന്നു. എന്നാൽ 500 രൂപയുടെ പിസ്സ യാതൊന്നും ചിന്തിക്കാതെ ഓർഡർ ചെയ്യുന്നു. അവനെ താഴെ നിർത്തുന്ന വ്യത്യാസം ഇതാണ്. ഓർക്കുക, നിങ്ങളുടെ പോക്കറ്റിന്റെ വലിപ്പത്തിന് നിങ്ങളുടെ തലച്ചോറിന്റെ വലിപ്പത്തേക്കാൾ വലുതാകാൻ ഒരിക്കലും കഴിയില്ല. ബുദ്ധി വികസിപ്പിക്കാതെ പോക്കറ്റിൽ പണം വന്നാൽ തന്നെ, ലോട്ടറിയിലൂടെയോ പാരമ്പര്യമായോ വന്നാൽ അത് നിലനിൽക്കില്ല. അത് വെള്ളം പോലെ ഒഴുകിപ്പോകും. ശരി, ഞാനിതെല്ലാം മനസ്സിലാക്കിയെന്ന് നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചേക്കാം. അസറ്റ് ഉണ്ടാക്കുക, ലയബിലിറ്റി കുറയ്ക്കുക, പാസീവ് ഇൻകം ഉണ്ടാക്കുക, നല്ല ആളുകളോടൊപ്പം നിൽക്കുക. എന്നാൽ എവിടെ നിന്ന് തുടങ്ങണം? എന്റെ കയ്യിലാണെങ്കിൽ പണവുമില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ നുണയാണിത്. പണം കൊണ്ടല്ല തുടങ്ങേണ്ടത്, നല്ല ലക്ഷ്യം കൊണ്ടാണ് തുടങ്ങേണ്ടത്. ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ചന്ദ്രഗുപ്തന്റെ പക്കൽ സൈന്യമോ പണമോ ഇല്ലായിരുന്നു. അവന്റെ പക്കൽ ഒരേയൊരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, തീ. ആ തീ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഈ വീഡിയോ ഇവിടം വരെ കണ്ടതിനു ശേഷവും 90% ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ട്? കാരണം അവർക്ക് അച്ചടക്കമില്ല. ഇതാണ് വിജയത്തിന്റെ 7ാമത്തെയും അവസാനത്തെയും തൂണ്. പ്രചോദനം നിങ്ങളെ തുടങ്ങാൻ സഹായിക്കും, എന്നാൽ അച്ചടക്കം മാത്രമേ നിങ്ങളെ നിലനിർത്തൂ. ദരിദ്രന്റെ മനസ്സ് ചഞ്ചലമാണ്. ഇന്ന് ആവേശത്തിൽ ജിമ്മിൽ പോകും, 4 ദിവസം കഴിഞ്ഞ് അത് നിർത്തും. ഇന്ന് ആവേശത്തിൽ സമ്പാദിക്കാൻ തുടങ്ങും, അടുത്ത മാസം അത് വീണ്ടും ചിലവാക്കും. എന്നാൽ സമ്പന്നന് വിരസമായ കാര്യങ്ങൾ പോലും വീണ്ടും വീണ്ടും ചെയ്യാനുള്ള കഴിവുണ്ട്. കോമ്പൗണ്ടിങ്ങിന്റെ മാന്ത്രിക വിദ്യ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളതിന് സമയം നൽകണം. സമ്പന്നനാകുക എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതമല്ല. ഇതൊരു ടെസ്റ്റ് മാച്ചാണ്, T20 അല്ല. നിങ്ങൾ പിച്ചിൽ പിടിച്ചു നിൽക്കണം. നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത സമയത്ത് പോലും നിങ്ങൾ സമ്പാദിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യണം. നിങ്ങൾ തളർന്നിരിക്കുമ്പോഴും നിങ്ങൾ പഠിക്കണം. സുഖം ആഗ്രഹിക്കുന്നവൻ വിദ്യ ഉപേക്ഷിക്കണമെന്നും
വിദ്യയും അറിവും വിജയവും ആഗ്രഹിക്കുന്നവൻ സുഖം ഉപേക്ഷിക്കണമെന്നും ചാണക്യൻ പറയുന്നു. നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് നേടാനാകില്ല. കുറഞ്ഞപക്ഷം തുടക്കത്തിലെങ്കിലും തീർച്ചയായും കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഭൂപടം നൽകി, ഞാൻ നിങ്ങൾക്ക് ആയുധങ്ങളും നൽകി. എന്നാൽ യുദ്ധം നിങ്ങൾ തന്നെ പൊരുതണം. ഈ കലിയുഗത്തിലെ കുരുക്ഷേത്രത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു കൃഷ്ണനും വരില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സാരഥിയാകണം. എന്നാൽ പോകുന്നതിന് മുൻപായി ഞാൻ നിങ്ങൾക്ക് അവസാനത്തെ ഒരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. പുതുതായി സമ്പന്നരാകുന്നവർ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റ്. ഒറ്റയടിക്ക് നിങ്ങളുടെ മുഴുവൻ സാമ്രാജ്യത്തെയും മണ്ണോട് ചേർക്കാൻ ഈ തെറ്റിന് കഴിയും. ഇതിനെ വിജയത്തിന്റെ അഹങ്കാരമെന്ന് പറയുന്നു. നിങ്ങൾക്കിത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആകാശത്തുനിന്ന് നിലത്തേക്ക് വീഴാൻ നിങ്ങൾക്ക് അധികനേരം വേണ്ടിവരില്ല. അവസാനത്തെയും ഏറ്റവും അപകടകരവുമായ രഹസ്യം വിജയത്തിന്റെ ലഹരിയും വിനാശത്തിന്റെ മണിയടിയുമാണ്. സമ്പത്തും ആപത്തും വന്നുപോയിക്കൊണ്ടിരിക്കും എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സമ്പത്ത് വരുമ്പോൾ വിനയമുള്ളവനായും ആപത്ത് വരുമ്പോൾ ക്ഷമയുള്ളവനായും നിൽക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. പണം ഇരുതലമൂർച്ചയുള്ള വാളാണ്. അത് വരുമ്പോൾ അത് അതിനോടൊപ്പം അഹങ്കാരം എന്ന അദൃശ്യമായ ഒരു വിഷവും കൊണ്ടാണ് വരുന്നത്. ദാരിദ്ര്യത്തിൽ വളരെ നല്ലവരായിരുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പോക്കറ്റ് നിറഞ്ഞപ്പോൾ തന്നെ അവരുടെ നാവും നടത്തവും മാറി. തങ്ങൾ ദൈവമായി മാറിയെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി. അവർ പഴയ സുഹൃത്തുക്കളെ മറന്നു. ഗുരുക്കന്മാരെ അപമാനിക്കാൻ തുടങ്ങി. ഇനി തങ്ങൾക്കൊന്നും പഠിക്കാനില്ലെന്ന് ചിന്തിക്കാനും തുടങ്ങി. ഈ നിമിഷത്തിലാണ് വിനാശം വന്ന് വാതിലിൽ മുട്ടുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് ചാണക്യനീതി വ്യക്തമായി പറയുന്നു. മനുഷ്യന് മോശം സമയം വരാനിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം അവന്റെ വിവേകമാണ് മരിക്കുന്നത്. അവൻ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നു. അവൻ ചൂതാട്ടം കളിക്കാൻ തുടങ്ങുന്നു. അവൻ സ്തുതിപാഠകരാൽ ചുറ്റപ്പെടുന്നു. ഒറ്റരാത്രി കൊണ്ട് തന്റെ അധ്വാനത്തിന്റെ സമ്പാദ്യം ഇരട്ടിയാക്കാനുള്ള അത്യാഗ്രഹത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തുന്നു. ഓർക്കുക, സമ്പന്നനാകാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ സമ്പന്നനായി തുടരാൻ അതിനേക്കാൾ 1000 മടങ്ങ് ബുദ്ധിമുട്ടാണ്. ലോട്ടറി അടിക്കുന്ന ഒരു തൊഴിലാളി 5 വർഷത്തിനു ശേഷം വീണ്ടും തൊഴിലാളിയായി മാറുന്നു. കാരണം അവന്റെ കയ്യിൽ പണം വന്നു, പക്ഷെ അർഹത വന്നില്ല. ഒരു തവണ കൊടുമുടിയിലെത്തുന്നവനല്ല വിജയിച്ച പുരുഷൻ. അവിടെ സ്വന്തം വീട് വയ്ക്കുന്നവനാണ് വിജയിച്ച പുരുഷൻ. നിങ്ങൾ നിങ്ങളുടെ വേരുകളെ മറക്കരുത്. നിങ്ങളെ ഇവിടം വരെ എത്തിച്ച ആ വിശപ്പിനെ നിങ്ങൾ കൊല്ലരുത്. നിങ്ങൾ ഏതു ദിവസം തൃപ്തനാകുന്നുവോ, ഏതു ദിവസം മതി ധാരാളമായി എന്ന് നിങ്ങൾ പറയുന്നുവോ, അന്ന് തന്നെ നിങ്ങളുടെ പിന്നോട്ടുള്ള എണ്ണൽ തുടങ്ങും. പ്രകൃതിയുടെ നിയമമാണത്. വളരാത്ത എന്തിനും ചുരുങ്ങാൻ തുടങ്ങും. അത് മരിക്കാൻ തുടങ്ങും. വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നാൽ അത് ശുദ്ധമായിരിക്കും. കെട്ടിനിന്നാൽ അത് അഴുകിപ്പോകും. പണത്തിന്റെയും പ്രകൃതം ഇതുതന്നെയാണ്. ഇനി നിങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഇതൊക്കെ ആർക്കുവേണ്ടിയാണ് ചെയ്യുന്നത്? സ്വന്തം വയറിനു വേണ്ടി മാത്രമാണോ? വയറ് ഒരു നായയും നിറയ്ക്കുന്നുണ്ട്. ഒരു യഥാർത്ഥ പുരുഷൻ, ഒരു ആൽഫ മെയിൽ അവനുവേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്. അവൻ വരാനിരിക്കുന്ന 7 തലമുറകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. തന്റെ കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും ഒരിക്കലും ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരാത്ത രീതിയിലുള്ള ഒരു സാമ്രാജ്യം അവൻ കെട്ടിപ്പടുക്കുന്നു. തന്റെ ദാരിദ്ര്യത്തിന്റെ ചങ്ങലകൾ അവൻ സ്വന്തം തലമുറയിൽ തന്നെ പൊട്ടിച്ചെറിയുന്നു. അവൻ തന്റെ കുടുംബത്തിലെ ആദ്യത്തെ സമ്പന്നനായി മാറുന്നു. ഇതൊരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ഭാരമാണിത്. നിങ്ങളുടെ പൂർവികർ ദാരിദ്ര്യം കണ്ടു, അപമാനം സഹിച്ചു. എന്നാൽ അവർ തോറ്റുകൊടുത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയുന്നത്. ഇനി അവരുടെ ആ തപസ്സിന്റെ ഫലം അവർക്ക് നൽകുക എന്നത് നിങ്ങളുടെ ധർമ്മമാണ്. നിങ്ങൾ സമ്പന്നനായി കാണിക്കുക. നിങ്ങൾ ശക്തനായി കാണിക്കുക. കാരണം ഉദിക്കുന്ന സൂര്യനെ മാത്രമേ ലോകം സല്യൂട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ജനക്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തരാക്കുന്ന ആ 5+1 രഹസ്യങ്ങൾ ഇവയായിരുന്നു. അസറ്റ് ഉണ്ടാക്കുക, ലയബിലിറ്റി കുറയ്ക്കുക, പാസീവ് ഇൻകം, OPM ഉപയോഗിക്കുക, റിസ്ക് എടുക്കുക, കൂട്ടുകെട്ട് മാറ്റുക, അഹങ്കാരം ഒഴിവാക്കുക. ഈ വഴി മുള്ളുകൾ നിറഞ്ഞതാണ്. ഈ വഴിയിൽ നിങ്ങൾക്ക് ഉറക്കം കുറവ് ലഭിക്കും. കൂടുതൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടിവരും. സുഹൃത്തുക്കളെ നഷ്ടപ്പെടും. ബന്ധുക്കൾക്ക് അസൂയ തോന്നും. എന്നാൽ നിങ്ങൾ ആ കൊടുമുടിയിലെത്തുമ്പോൾ അവിടുത്തെ കാഴ്ച നിങ്ങളുടെ എല്ലാ ക്ഷീണവും മാറ്റും. ഇനി തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, തലവര മോശമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ 99% ജനക്കൂട്ടത്തിന്റെ ഭാഗമാകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ ആ 1% ഉൾപ്പെട്ട് സ്വന്തം തലവര മാറ്റിയെഴുതാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ആ തീയുണ്ടെങ്കിൽ, ചാണക്യന്റെ ഈ നീതി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങളും പ്രതിജ്ഞയെടുക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കുറിക്കുക, ഐ ആം ദ കിങ്, ഞാൻ രാജാവാണ് എന്ന്. ഈ കമന്റ് വെറും വാക്കുകളല്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന വാഗ്ദാനമായിരിക്കണമത്. പിന്നെ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. അടുത്ത വീഡിയോയിൽ വലിയ ആളുകളെപ്പോലും വിയർപ്പിക്കുന്ന ഡാർക്ക് സൈക്കോളജിയുടെ ആ ഏടുകൾ ഞാൻ തുറക്കും. സത്യം കേൾക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. കാരണം നമ്മളിവിടെ മധുരവാക്കുകളല്ല പറയുന്നത്, നമ്മളിവിടെ ഭരിക്കാനാണ് പഠിപ്പിക്കുന്നത്. എഴുന്നേൽക്കുക, ഉണരുക. നിങ്ങളുടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതുവരെ നിങ്ങൾ വിശ്രമിക്കാതിരിക്കുക.